മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പണം കൊടുത്തുള്ള കോടതി വിധി എനിക്ക് വേണ്ട, കേരളം നടുക്കി ഒരു അഭിഭാഷകയുടെ വാക്കുകൾ. അതിലപ്പുറം ലോബിയും പണവുമൊക്കെ കളിച്ചതാണ് ദിലീപ് കേസിലെ വിധിയെന്ന് പരസ്യമായി പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു. ചാനൽ ബൈറ്റുകളിൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വൈറലായ ഒരു ദൃശ്യമുണ്ട്. പ്രതി കോടതിയിലേക്ക് വരുമ്പോൾ എഴുന്നേൽക്കുന്ന ജഡ്ജിയെക്കുറിച്ചാണ് അതിൽ പ്രതിപാദിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി പറഞ്ഞ ജഡ്ജിയെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് കേരളത്തിൽ മഹാഭൂരിപക്ഷവും. അതിലപ്പുറം ഒരു വിധിയെ ഇത്ര കണ്ട് പച്ചയ്ക്ക് വലിച്ചു കീറുന്ന മറ്റൊരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 9 വർഷം നമ്മൾ ഇരയ്ക്ക് വേണ്ടി വാദിച്ചു. അയാളെ നമ്മൾ മുച്ചൂടും വിമർശിച്ചു. ദിലീപ് എന്ന നടനെ അവൻ്റെ കരിയർ തകർത്ത്, അവൻ്റെ ഭാവി തകർത്ത് അഴിക്കുള്ളിലാക്കി. ഇനിയിപ്പോൾ അവന് സംസാരിക്കാനുള്ള സമയമാണ് എന്ന് മറ്റു ചിലർ ദിലീപിനെ ന്യായീകരിക്കുന്നു. ഒരു ക്രിമിനൽ കേസിലെ പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ചുമതല ഒരു പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കേസിലെ സത്യാവസ്ഥ കോടതിയുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുക എന്നതാണ്. കോടതിയെ ശരിയായ ഒരു തീരുമാനത്തിലെത്താൻ സഹായിക്കുക മാത്രമാണ് പ്രോസിക്യൂഷനും പോലീസും ചെയ്യുക. അന്തിമ തീരുമാനമെടുക്കുന്നത് കോടതിയാണ്. ഇവിടെയാണ് നടൻ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി കൂടുതൽ വിമർശിക്കപ്പെടുന്നതും. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളാണ് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹണിയം വർഗീസ് എന്ന ജഡ്ജിക്കെതിരെയുള്ള ഈ വിമർശനങ്ങൾ അതിരുകടക്കുന്നുവോ എന്ന സംശയം നമുക്കുള്ളിലുണ്ട്. കേസിന്റെ വിചാരണ വേളയിൽ 2 പ്രോസിക്യൂട്ടർമാർ പ്രോസിക്യൂഷനുമായി ജഡ്ജി സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടവർ സ്വയം രാജിവെച്ചൊഴിഞ്ഞു. ജഡ്ജി പ്രോസിക്യൂഷനുമായി സഹകരിക്കണമെന്ന് ഒരു നിയമത്തിലും പറയുന്നില്ല. പ്രതിഭാഗം അഭിഭാഷകർ അതിജീവിതയെ വിസ്തരിക്കാൻ കൂടുതൽ സമയമെടുത്തു. അതിജീവിതയെ കോടതിയിൽ വെച്ച് കൂടുതൽ അപമാനിതയാക്കി എന്നൊക്കെ അവർ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിത സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതി ഇരയുടെ ആവശ്യം നിരാകരിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ട ദിലീപ് ഇപ്പോൾ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാൻ ഒരുങ്ങുന്നു. മറുവശത്ത് തനിക്കെതിരായ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു പരാതി കൂടി നൽകാൻ ഒരുങ്ങുന്നു. ദേശീയ മാധ്യമമായ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിലാണ് ദിലീപ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്. എന്നാൽ മറുവശത്ത് ജഡ്ജിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ട്രോളുകളായി പെയ്തിറങ്ങുന്നു. അവിടെയാണ് നമ്മൾ ഇരയുടെ മാനമാണോ പ്രതിയുടെ ഭാവിയാണോ വലുത് എന്ന ചോദ്യം പലരും ഉയർത്തുന്നത് ഒരു ഹാഷ്ടാഗായി കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ വിധി കേരളത്തിൽ ഇത്രയധികം ചർച്ചയാകുന്നത്? ഇത്രയധികം വിമർശനങ്ങൾക്ക് ജഡ്ജിയെ വിധേയയാക്കാൻ പാടുണ്ടോ? സാധാരണഗതിയിൽ ഒരു കോടതി വിധിയുണ്ടായാൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ചിലർ വിമർശനങ്ങൾ ഉയർത്തും. എന്നാൽ ഇത്ര പച്ചയ്ക്ക് സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ നിറഞ്ഞു നിന്ന് ഒരു കോടതി വിധിയെ തള്ളിപ്പറയുക, ഒരു ജഡ്ജിയെ അതിനിശ്ചിതമായി വിമർശിക്കുക ഇക്കാഴ്ച കേരളത്തിൽ ആദ്യമായി. മുമ്പ് പാലത്തായി കേസിൻ്റെ വിധിയെ അതിരൂക്ഷമായി BJP കേന്ദ്രങ്ങൾ വിമർശിച്ചിരുന്നു. എന്നാൽ അതിന് നമുക്കൊരു രാഷ്ട്രീയം ചമയ്ക്കാം. ഇവിടെ രാഷ്ട്രീയത്തിനപ്പുറം സ്ത്രീകളെ, ഒരുപാട് അമ്മമാരെ ഈ വിഷയം അത്രയേറെ വേദനിപ്പിച്ചിരിക്കുന്നു. ജഡ്ജി ഹണിയം വർഗീസിന് തെറ്റുപറ്റിയോ എന്ന് സ്വാഭാവികമായി ഈ വിമർശനങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സംശയമായി ഉയർന്നു വരും. ഇവിടെയാണ് നമ്മൾ സമചിത്തതയോടെ കാര്യങ്ങൾ കാണേണ്ടത്. വിധിന്യായങ്ങളെ വിമർശിക്കാനുള്ള അവകാശം ജനാധിപത്യത്തിൽ നമുക്കുണ്ട്. എന്നാൽ ഒരു ജഡ്ജിയെ അവരുടെ പിതാവിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇത്ര രൂക്ഷമായി വലിച്ചു കീറുന്നത് ശരിയാണോ? ഒരു വശത്ത് ജഡ്ജിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയരുമ്പോൾ മറുവശത്ത് ഈ കേസിൽ ദിലീപിനെതിരെ കൃത്യമായ ഗൂഢാലോചനയൊരുക്കി അയാൾ വീഴ്ത്തുകയായിരുന്നുവെന്ന വാദവും ശക്തിപ്പെടുന്നു. ഉന്നത രാഷ്ട്രീയ നേതാക്കളും മറുവശത്ത് പോലീസ് ഉന്നതരുമൊക്കെ ഇത്തരം വാദഗതികൾ ഉയർത്തി മുന്നോട്ട് വരുമ്പോൾ ദിലീപ് ആക്രമിക്കപ്പെട്ട കേസിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായി നമ്മൾ സംശയിക്കും. ഇപ്പോഴിതാ സന്ധ്യ എന്ന പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് നേരെയും ലാൽ ക്രിയേഷൻസിനെതിരെയുമൊക്കെ പരസ്യമായി ചിലർ വിരൽ ചൂണ്ടുന്നു. കോടതിയെ ജനങ്ങൾ ഇത്രയധികം തെറ്റിദ്ധരിക്കാനുള്ള ഒരേ ഒരു കാരണം ഗൂഢാലോചനയുടെ കേന്ദ്രബിന്ദു ആര് എന്ന അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലും ബോധ്യപ്പെട്ടിട്ടില്ല. മാത്രവുമല്ല, പൾസർ സുനിയും മറ്റ് 6 പ്രതികളും ചേർന്ന് നടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ അവർ പലവട്ടം ഒരു കൊട്ടേഷനെക്കുറിച്ച് നടിയോട് സൂചിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഗൂഢാലോചനയ്ക്ക് പിന്നിലാര്, കൊട്ടേഷന് പിന്നിലാര് എന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം പോലീസിനും പ്രോസിക്യൂഷനുമൊക്കെയാണ്. തൻ്റെ മുന്നിലെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ജഡ്ജി വിധി എഴുതിയിരിക്കുന്നത്.
ജഡ്ജിയെ വിമർശിക്കുന്നതിനപ്പുറം ജഡ്ജിക്ക് മുന്നിലെത്തിയ തെളിവുകളും മറ്റ് അടിസ്ഥാന വസ്തുതകളുമൊക്കെ വീണ്ടും സമൂഹം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഹണിയം വർഗീസിന്റെ വിധിയെ നമുക്ക് വിമർശിക്കാം, പക്ഷേ വ്യക്തിപരമായി അവരെ ആക്രമിക്കുന്നത് ഒരു കാരണവശാലും സമൂഹത്തിൽ അംഗീകരിച്ചു കൊടുക്കരുത്. ഏതൊരു വിധിയെയും മാധ്യമങ്ങൾക്ക് സ്വാധീനിക്കാം എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജുഡീഷ്യറിയെ വലിച്ചെറിഞ്ഞു കൊടുക്കരുത് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ദിലീപ് കേസിൽ ചില ചാനലുകൾ അതിരൂക്ഷമായി ദിലീപിനെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്നു. തുടക്കം മുതൽ മലയാളി വാർത്തയും കൃത്യമായി ദിലീപ് വാർത്തകൾ സമൂഹത്തിന് മുന്നിൽ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. പോലീസും പ്രോസിക്യൂഷനുമൊക്കെ മുന്നോട്ട് വെക്കുന്ന ദിലീപിനെതിരെയുള്ള കുറ്റപത്രം ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുക എന്ന മാധ്യമധർമ്മമാണ് ഞങ്ങളും ഏറ്റെടുത്തത്. എന്നാൽ ഒരു ജഡ്ജി ഈ കേസിൽ വിധി പറയുന്നതോടെ വിധിയെ പൂർണ്ണമായി തള്ളിപ്പറയുക മാധ്യമധർമ്മമല്ല എന്ന് മനസ്സിലാക്കുന്നു. വിധിയോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ മേൽക്കോടതികളെ സമീപിക്കാം. ഇനി അതല്ല, ഈ കേസിൽ കൂടുതൽ ശക്തമായ അന്വേഷണമാണ് അനിവാര്യമെങ്കിൽ സുപ്രീം കോടതിയെ സമീപിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ മറ്റൊരു അന്വേഷണത്തിന് വേണ്ടി ഒരു അപേക്ഷ സമർപ്പിക്കാം. നിയമവഴികളിലൂടെ മാത്രം മുന്നോട്ടു പോവുക എന്ന ജനാധിപത്യ ക്രമമാണ് ഇവിടെ ഭൂഷണം. ഈ വിധി പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ കോടതിയെ അടക്കം അതിരൂക്ഷമായി വിമർശിച്ച ഭാഗ്യലക്ഷ്മിയെ നമ്മൾ കണ്ടു. പിന്നീട് മലയാള സിനിമാ ലോകത്തിലെ ഒട്ടനവധി പ്രമുഖർ അതിജീവിതയ്ക്ക് അനുകൂലമായി അണിനിരന്നു. മറുവശത്ത് ദിലീപിനൊപ്പം എന്ന ഹാഷ്ടാഗ് അതിവേഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പറപറക്കുന്നു. ഇതൊരു ദുസ്സൂചനയായി നമ്മൾ തൽക്കാലം കരുതേണ്ട. 9 വർഷം അവനെതിരെ നമ്മൾ സംസാരിച്ചു. ഇത് അവന് കൂടി പറയാൻ, അവനെ കൂടി കേൾക്കാനുള്ള സമയമാണ് എന്ന് മാധ്യമങ്ങൾ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ചില ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെ ഒന്ന് കണ്ണോടിക്കേണ്ടത്. അപർണ ഗോപിനാഥ് ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ ചിലർക്ക് നേരെ കൈ ചൂണ്ടുന്നു. ക്രൈം നടന്നത് ലാൽ മീഡിയയുടെ വണ്ടിയിൽ വെച്ച്, അതിജീവിത വരുന്നത് ലാലിൻ്റെ മകൻ്റെ പാട്ടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ്. പക്ഷേ വണ്ടി വിട്ടുകൊടുത്ത ലാൽ മീഡിയയോ പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ വരുന്നില്ല. കാരണം നേരത്തെ എഴുതി വച്ചിരിക്കുന്ന സ്റ്റോറി ബോർഡ് അനുസരിച്ച് പോലീസിന് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഒരു വനിതാ പോലീസ് മേധാവിയായിരുന്നു തനിക്കെതിരെ ഏറ്റവും അധികം കള്ളക്കേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്ന് ദിലീപ് വ്യക്തമായി പറയുന്നു. ഞാൻ അന്വേഷിക്കുന്ന കേസിലെല്ലാം ഞാൻ പറയുന്നവരാണ് പ്രതികൾ എന്നല്ല പറയേണ്ടത്, അതിലെ തെളിവുകൾ എന്തെല്ലാമാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് മുന്നോട്ട് പോകേണ്ടത്. കള്ളത്തെളിവുകൾ ഒരിക്കലും ഉണ്ടാക്കരുതെന്നറിയാവുന്നവരല്ല പോലീസ് ഉന്നതമാണ്. കേസുകൾ അന്വേഷിക്കേണ്ട രീതി ഇതല്ല. ഒരാളെ പിടികൂടുക, അതിനുശേഷം അയാൾക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക, അതിനുവേണ്ടിയാണോ വ്യാജമായ കാര്യങ്ങൾ ഉണ്ടാക്കുക? ഇങ്ങനെയാണോ കേസ് അന്വേഷിക്കേണ്ടത്? ആദ്യം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷിക്കേണ്ടത്. അതൊരു പ്രീ ഡിസ്പോസ്ഡ് കണ്ടീഷനിലായിരിക്കരുത് അന്വേഷണ തലവനും അന്വേഷണ സംഘവും. ഓപ്പൺ മൈൻഡോടുകൂടി വേണം കേസ് അന്വേഷിക്കേണ്ടത്. റിലവൻ്റ് ആൻഡ് അഡ്മിസിബിൾ എവിഡൻസ് ദിലീപിനെതിരെ ഇല്ലാഞ്ഞിട്ടും വെറും വാമൊഴിയുടെ അടിസ്ഥാനത്തിൽ അയാളെ ഇവിടുത്തെ പോലീസ് പ്രതിയാക്കുന്നു. 90 ദിവസം ജയിലിലടയ്ക്കുന്നു. ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇതുവരെ തെളിവുകളെല്ലാം ചമച്ച് തുപ്പി പോലീസ് ദിലീപിനെതിരെ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലാൽ മീഡിയയോ അവരുടെ വാഹനത്തിലോ അന്വേഷണം നടത്താതെ അന്ന് അത്രയും തിടുക്കത്തിൽ പണം കിട്ടിയാൽ എന്തും വിളിച്ചു പറയുന്ന ഒരു ക്രിമിനലിൻ്റെ വാമൊഴി മാത്രം കേട്ട് ദിലീപിനെതിരെ ഒറ്റ രാത്രി കൊണ്ട് അയാളെ പ്രതിയാക്കിയ പോലീസ് ബുദ്ധി ആർക്കോ വേണ്ടി ആരുടെയൊക്കെയോ നന്ദി കാണിക്കാനുള്ള വ്യഗ്രതയായിരുന്നു എന്ന് വ്യക്തം. കള്ളും കഞ്ചാവുമായി നടക്കുന്നൊരു മകൻ്റെ അവസ്ഥ ഒരിക്കൽ അവൻ്റെ തന്തയായ ലാൽ തന്നെ ഒരു ചാനലിൽ പൊട്ടിക്കരഞ്ഞ് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവൻ ഡയറക്ടറാകുന്ന പടത്തിലെ ബാക്കിയുള്ളവർ ഏത് കോലത്തിലായിരിക്കും എന്ന് മനസ്സിലാക്കാൻ അതിബുദ്ധിയൊന്നും വേണ്ട. സിനിമാ സെറ്റിലെ ഡ്രൈവറായ പൾസർ സുനി അടക്കം മറ്റുള്ളവരുടെ ബ്ലഡ് റിപ്പോർട്ടും ലാബ് റിപ്പോർട്ടും ഡ്രഗ്സ്, ആൽക്കഹോൾ അടക്കം ഉപയോഗിച്ചിരുന്നു എന്ന് തന്നെയാണ്. കൊച്ചിയിലെ തിരക്കേറിയ റോഡിൽ കൂടി അമിത വേഗതയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് അതിജീവിതയെ അവസാനം കൊണ്ടിറക്കിയത് സംവിധായകൻ ലാലിൻ്റെ വീടിൻ്റെ മുന്നിൽ. അതിജീവിത പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കൊട്ടേഷൻ എന്ന് കണ്ടെത്തുക എന്നതാണ് ഇനിയും കേരള പോലീസിൻ്റെ ജോലി. ഹൈക്കോർട്ടായാലും അങ്ങ് മുകളിൽ സുപ്രീം കോർട്ടായാലും ആ കോർട്ടിൽ പന്ത് വീഴണമെങ്കിൽ ലാക്ക് ഓഫ് എവിഡൻസ് വേണം. അതിനായി നിങ്ങൾക്ക് ഇനിയും ശ്രമിക്കാം. വിധി പറയാൻ മാധ്യമ ജഡ്ജിമാരും ശിക്ഷ നടപ്പാക്കാൻ പോലീസുമുള്ളപ്പോൾ കോടതി എന്തിന് എന്ന് ചോദിക്കുന്ന കാലമാണ്. മാധ്യമധർമ്മം എന്നത് വേശ്യാപ്രവർത്തനം തന്നെയായി മാറി ഇന്നാട്ടിൽ. പണമെറിയുന്നവർക്ക് വേണ്ടി തുണിയൂരിയാൻ ഉളുപ്പില്ലാത്ത മാധ്യമധർമ്മം. അതിജീവിത സ്ത്രീ ആയതുകൊണ്ട്, ജഡ്ജ് സ്ത്രീ ആയതുകൊണ്ട് നിരപരാധി ശിക്ഷിക്കപ്പെടണമെന്ന മലയാള മനസ്സിൻ്റെ സൈക്കോപാത്ത് സ്വഭാവങ്ങളെ നല്ല രീതിയിൽ കൗൺസിലിംഗ് നടത്തി നേർവഴിക്ക് നയിക്കാൻ സർവേശ്വരന് സാധിക്കട്ടെ. ലാൽ വിത്ത് ജൂനിയർ ലാൽ ഈ കേസിൽ അത്ര നിഷ്കളങ്കരല്ല എന്ന് വ്യക്തമാക്കുന്നു അപർണ ഗോപിനാഥ്. അപർണ ഗോപിനാഥിൻ്റെ ഈ കുറിപ്പിനോട് നമുക്ക് യോജിക്കാം, വിയോജിക്കാം. ഇത് അവരുടെ ഭാഷ്യം. എന്നാൽ അപർണ മാത്രമല്ല, ഒട്ടനവധി പ്രമുഖർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ദിലീപിന് അനുകൂലമായ പോസ്റ്റുകൾ ഇടുന്നു. ഇതൊക്കെ ഒരു ആസൂത്രിത PR-ന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുക വയ്യ. TP സെൻകുമാറിനെ പോലെയുള്ളവർ കുറച്ചുകൂടി തുറന്നു പറയുന്നു.
RV ബാബു ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്. TP സെൻകുമാർ മാത്രമല്ല ശ്രീലേഖ IPSും ഈ കേസിൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്ന തെളിവുകളില്ല എന്നാണ് പറഞ്ഞത്. ദിലീപ് ആരോപിക്കുന്നത് ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥയായിരുന്ന IG സന്ധ്യ ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയെന്നാണ്. സന്ധ്യയെക്കുറിച്ച് മുൻപ് ഇതേപോലെ ആരോപണം ഉന്നയിച്ചത് ഗംഗേശാനന്ദ സ്വാമികളായിരുന്നു. നിരപരാധിയായിരുന്ന സ്വാമിയെ കുറ്റവാളിയാക്കാൻ ആസൂത്രിതമായ ശ്രമം നടന്നതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പിന്നീട് എതിർകക്ഷിയായിരുന്ന പെൺകുട്ടി തന്നെ അക്കാലത്ത് വെളിപ്പെടുത്തിയിരുന്നു. സന്ധ്യയുടെ വിശ്വാസ്യത സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്. ദിലീപിന് അനുകൂലമായി ആദ്യം മുതൽ സംസാരിച്ചിരുന്ന വ്യക്തിയാണ് TP സെൻകുമാർ. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിങ്ങനെ: ദിലീപ് പ്രതിയായി ഇപ്പോൾ വിട്ടയക്കപ്പെട്ട കേസിൽ 2017 തന്നെ ഞാൻ പറഞ്ഞതാണ് ശരിയായ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല ദിലീപിനെ പ്രതിയാക്കിയതെന്ന്. ഈ കേസിൽ മാത്രമല്ല ഇനിയും പല കേസുകളിലും ഇത്തരം കാര്യങ്ങൾ പുറത്തുവരും. അതിലൊന്നായിരിക്കും ആലുവയിൽ ട്രെയിനിൽ നിന്ന് ഒരു സ്ത്രീയെ പുഴയിൽ തള്ളിയിട്ട് കൊന്നു എന്ന കേസ്. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ സത്യസന്ധരായിരിക്കണം. ഞാൻ അന്വേഷിക്കുന്ന കേസിലെല്ലാം ഞാൻ പറയുന്നവരാണ് പ്രതികൾ എന്നല്ല പറയേണ്ടത്. അതിലെ തെളിവുകൾ എന്തെല്ലാമാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് മുന്നോട്ട് പോകേണ്ടത്. കള്ളത്തെളിവുകൾ ഒരിക്കലും ഉണ്ടാക്കരുത്. എൻ്റെ കേസ് അന്വേഷണങ്ങളിലും ഞാൻ മേൽനോട്ടം വഹിച്ച കേസുകളിലും ഞാൻ കൃത്യമായി പാലിച്ചിട്ടുണ്ട്. ഇല്ലാത്ത തെളിവുണ്ടാക്കാൻ പോലീസ് പോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ദിലീപിനെപ്പറ്റി 2017 ഞാൻ പറഞ്ഞതും ഇതേ അടിസ്ഥാനത്തിൽ. 2017 എനിക്ക് ലഭിച്ച അറിവുകൾ വെച്ച് ഇതേ അഭിപ്രായം പറഞ്ഞിരുന്നു. അന്ന് ദിനേന്ദ്ര കശ്യപും സുദർശൻ SP മാത്രമാണ് എന്നോട് സംസാരിച്ചിട്ടുള്ളത്. മറ്റോ സീനിയർ ഓഫീസർമാരാരും എന്നോട് സംസാരിച്ചിട്ടില്ല. കാരണം ഞാൻ സ്റ്റേറ്റ് പോലീസ് ചീഫായി 2 മാസത്തേക്ക് മാത്രം തിരിച്ചു വന്നതുകൊണ്ട് 3 മാസം ഉണ്ടെങ്കിലേ CR എഴുതാൻ കഴിയൂ. എന്നിരുന്നാലും കേസ് ഇങ്ങനെയാണെന്ന് അന്ന് തന്നെ എനിക്ക് മനസ്സിലായി. അതുവരെയുള്ള തെളിവുകളിൽ ദിലീപിനെ ഈ സംഭവവുമായി ബന്ധിപ്പിക്കുന്നതൊന്നും കണ്ടെത്തിയിരുന്നില്ല. റിലവൻ്റ് ആൻഡ് അഡ്മിസിബിൾ എവിഡൻസ്. സത്യസന്ധതയ്ക്കല്ല സ്വന്തം പ്രാമാണ്യത്തിനാണ് പ്രാധാന്യം എന്ന് വിശ്വസിക്കുന്ന ചില ഓഫീസർമാരുണ്ട്. അതുകൊണ്ടാണ് പല കേസുകളിലും ഇങ്ങനെയൊക്കെ ആകുന്നത്. അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലെയുള്ളവർ പറയുന്നത് ഇങ്ങനെ: ഈ കേസിൽ അതിജീവിതയെ ബലാത്സംഗം ചെയ്ത പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തി. പിന്നെ എന്തുകൊണ്ടാണ് അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന് പറയുന്നത്? അപ്പോൾ ബലാത്സംഗം ചെയ്തവരെ ശിക്ഷിച്ചിട്ട് കാര്യമില്ല, ദിലീപിനെ കൂടി ശിക്ഷിച്ചാലേ നീതി ലഭിക്കൂ എന്ന്. കോടതി വിധികൾ പ്രസ്താവിക്കുന്നത് കോടതിയുടെ മുന്നിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ TV ചർച്ച കണ്ടല്ല. അടച്ചിട്ട മുറിയിൽ വിചാരണയിൽ സാക്ഷികൾ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ തെളിവുകൾ കോടതിയുടെ മുന്നിലെത്തി, എന്തുകൊണ്ടാണ് ജഡ്ജി ഇങ്ങനൊരു വിധി പറഞ്ഞത് എന്നൊന്നും അറിയാതെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് അതിജീവിത ജഡ്ജിക്കെതിരെ പ്രസിഡന്റിന് കൊടുത്തു എന്ന് പറയപ്പെടുന്ന പരാതിയും പൊക്കിപ്പിടിച്ച് ജഡ്ജി പക്ഷപാതപരമാണ് വിധി പ്രസ്താവിച്ചത് എന്നൊക്കെ പറയുന്നത് പക്ക കോടതി അലക്ഷ്യമാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. കണിയം വർഗീസ് ദിലീപ് കേസിൽ വിധി പ്രസ്താവിച്ച എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഒരു ക്രിമിനൽ കേസിൽ പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ചുമതല പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കേസിലെ സത്യാവസ്ഥ കോടതിയുടെ മുന്നിൽ തെളിയിക്കുക എന്നതാണ്. അതായത് കോടതിയെ ശരിയായ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുക. ദിലീപ് കേസിൽ നടന്നത് ഒരു ക്രിമിനൽ കേസിൻ്റെ ചരിത്രത്തിൽ നടക്കാത്തതും ഒരിക്കലും നടന്നുകൂടാത്തതുമാണ്. ഈ കേസ് വിചാരണ നടത്തി വിധി പറഞ്ഞ കണിയം വർഗീസ് സത്യസന്ധയായ ഒരു ജുഡീഷ്യൽ ഓഫീസർ എന്ന ഖ്യാതിയുള്ള വ്യക്തിയാണ്. ഈ കേസിൻ്റെ വിചാരണ വേളയിൽ 2 പ്രോസിക്യൂട്ടർമാർ പ്രോസിക്യൂഷനുമായി ജഡ്ജി സഹകരിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞ് പണി നിർത്തിപ്പോയി. അതായത് ജഡ്ജി പ്രോസിക്യൂഷനെ സഹായിക്കുന്നില്ല പോലും. കോടതിയുടെ ചുമതല പ്രോസിക്യൂഷനെ സഹായിക്കുകയല്ല. കോടതിയെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷനും പ്രതിയും 2 കക്ഷികൾ മാത്രം. ചുരുക്കത്തിൽ ചേരിതിരിഞ്ഞ് പോർവിളികളാണ് സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ. അഭിഭാഷകയും അഭിഭാഷകരുമൊക്കെ കണിയം വർഗീസിനെ പരസ്യമായി പണത്തിൻ്റെ പേരിലും മറ്റ് പക്ഷപാതത്തിൻ്റെ പേരിലുമൊക്കെ വിമർശിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പലതും കോടതി അലക്ഷ്യ നടപടികൾ പോലും നേരിടേണ്ടി വരുന്നവയാണ് എന്ന് നിയമവിദഗ്ധർ ഓർമ്മപ്പെടുത്തുന്നു. ഏത് കോടതി വിധിയും അനുസരിക്കുക, അംഗീകരിക്കുക എന്നതാണ് ജനാധിപത്യക്രമം. നമുക്ക് എതിർ അഭിപ്രായമുണ്ടെങ്കിൽ മേൽക്കോടതികളെ സമീപിക്കാം. ഇവിടെയും അതുതന്നെയാണ് അഭികാമ്യം. തൽക്കാലം കണിയം വർഗീസിനെ വ്യക്തിപരമായി ആക്രമിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഉചിതം. ദേവൻ രാമചന്ദ്രൻ സാറിനെ പോലെയുള്ളവർ കോടതിയുടെ കസേരയിലിരിക്കുന്നത് നമുക്ക് എന്ത് ആശ്വാസം പകരുമെന്ന് ചിലർ ഓർമ്മപ്പെടുത്തുന്നു. അറിഞ്ഞിടത്തോളം ഈ വിധിയിൽ വലിയൊരു ജനത സംതൃപ്തരല്ല എന്ന കമന്റുകൾ ഇഷ്ടം പോലെയുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ. ഒരു കാര്യം വ്യക്തമാണ്, ദിലീപ് കേസിൽ ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുത്തത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. അതാവട്ടെ ഒരു ഇരമ്പമായി തുടങ്ങി പിന്നീടൊരു കൊടുങ്കാറ്റായി മാറിയ അതിശക്തമായ ആക്രമണമായിരുന്നു അന്ന് നടനെതിരെ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒക്കെ ചേർന്ന് തൊടുത്തുവിട്ടത്. 9 വർഷം നമുക്ക് പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അവൻ്റെ സമയമാണ്. അവൻ വിശദീകരിക്കട്ടെ. എതിർസ്വരങ്ങൾക്ക് നേരെ അവൻ കേസ് കൊടുക്കുന്നു, പരാതി കൊടുക്കുന്നു എന്നത് അവനെതിരെ വീണ്ടും ആക്രോശങ്ങൾ ഉയർത്താനുള്ള ഒരു വേദിയാവണ്ട. അവനും പറയാനുള്ളത് കേൾക്കാം. അവൻ പൊരുതട്ടെ. അവനെതിരെ പൊരുതി നിൽക്കാനുള്ള ശക്തി എതിർ വിഭാഗത്തിനുണ്ട് എന്നത് നമ്മൾ അംഗീകരിക്കുക. ഇരയുടെ മാനത്തിനേക്കാൾ പ്രതിയുടെ ഭാവിയാണ് വലുത് എന്ന് ചോദിക്കുന്നവർക്ക് മുന്നിൽ ഉത്തരം പറയാൻ നമുക്ക് മേൽക്കോടതികളുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ 9 വർഷങ്ങൾക്കിടയിൽ പലതും നടക്കുന്നത് നമ്മൾ കൺമുന്നിൽ കണ്ടു.
ഒരുപാട് പേർ ലക്ഷാധിപതികളായി. മറ്റു ചിലർ തെളിവുകൾ നശിപ്പിക്കുന്നതിന് കൂട്ടുനിന്ന ഭീരുക്കൾ. ഇനിയുമുണ്ട് മലയാള സിനിമയിലേതടക്കം നിരവധി വൃത്തികെട്ടവന്മാർ, സാക്ഷിമൊഴി മാറ്റിയവർ. അവർക്കൊക്കെ മുന്നിൽ ചിലപ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ നിസ്സഹായായി നിൽക്കേണ്ടി വന്നിട്ടുണ്ടാവാം ആ ജഡ്ജിക്ക് പോലും. താൻ നിരപരാധിയാണ് എന്ന് കോടതിയെ കൊണ്ടൊരു വിധി പറയിപ്പിക്കാൻ എന്തെല്ലാം നാടകങ്ങൾ അവൻ കളിച്ചിട്ടുണ്ടാകാം, എത്രയധികം കോടികൾ അവന് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ഇത്തരം ചില കാര്യങ്ങളും ഓർമ്മപ്പെടുത്തുന്നവരുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഈ സംഭവം നമ്മുടെ മനസ്സാക്ഷിയെ അത്രയേറെ ബാധിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.